നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ ദ്വിദിന ക്യാമ്പായ ലക്ഷ്യ 2026 വയനാട്ടിൽ തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാന അജണ്ട. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരായ പുതിയ സമരപരിപാടികളും തീരുമാനിക്കും. ക്യാമ്പിൽ വ്യക്തിപരമായ പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കരുതെന്ന നേതാക്കൾക്ക് വേണുഗോപാൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുമായിട്ട് ഈ 2 ദിവസത്തെ ചർച്ചയ്ക്ക് ആരും വരേണ്ടതില്ല എന്നുള്ള കാര്യം ഞാനിവിടെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അത്തരം ചർച്ചകൾക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അത് ഒറ്റ ചർച്ച 2026 UDFിനെ പരമാവധി സീറ്റുകളിൽ എത്തിക്കാനുള്ള എന്തൊക്കെ തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കണമെന്ന ഒറ്റ ചർച്ചയായിരിക്കും ഈ 2 ദിവസവും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വ്യക്തിപരമായ തർക്കങ്ങൾ. ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, നയം വ്യക്തമായി കഴിഞ്ഞു. ഒറ്റ ചർച്ച 2026 UDF അധികാരത്തിലേറണം, ഭരണ തുടർച്ച തടയണം. എന്തൊക്കെ കാര്യങ്ങളാണ് UDF കോപ്പുകൂട്ടുന്നത്? ഇപ്പോൾ കോൺഗ്രസിന്റെ ആയുധം എന്തൊക്കെയാണ്? അവർ കോപ്പുകൂട്ടുന്ന ആയുധങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്യാമലി, ലക്ഷ്യ 2026 എന്ന പേരിൽ കോൺഗ്രസ് ദ്വിദിന ക്യാമ്പ്, നേതൃ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും മുതിർന്ന നേതാക്കളൊക്കെയും നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് തുടർച്ചയായ വിജയം, ശക്തമായ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ 100 സീറ്റിലധികം നേടിയുള്ളൊരു വിജയം, അങ്ങനെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ട നടപടികൾ അത് താഴെത്തട്ടിൽ തന്നെ തുടങ്ങണമെന്നുള്ളതാണ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് DCC തലത്തിലുള്ള നേതാക്കൾ അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ KPCC ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ സമിതി അംഗങ്ങളുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു മെസ്സേജ് KC വേണുഗോപാൽ ഇതിൽ നൽകുകയാണ്. അതിൽ പ്രധാനമായും നിയമസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതിൽ ഉണ്ടാകും. കാര്യം, കഴിഞ്ഞ ദിവസമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി വന്നതോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉഷാറായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഇതിൽ MP-മാർ മത്സരിക്കണമോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കുന്നത് CPM-ഉം BJP-യുമാണ്. അത്തരം കുഴികളിൽ പോയി വീഴരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് നേതാക്കൾക്ക് KC വേണുഗോപാൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ആരും പുറത്തേക്ക് വരരുത്. ആർക്കും സ്ഥാനാർത്ഥിയാകാൻ ഈ കോൺഗ്രസ് പാർട്ടിയിൽ സാധിക്കും. അതിന് പാർട്ടിയുടേതായ ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകൾക്ക് പ്രകാരം മാത്രമേ സ്ഥാനാർത്ഥിത്വം വരികയുള്ളൂ. സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായി മുന്നോട്ടിറങ്ങി അത്തരം ചർച്ചകളിലേക്ക് പോകരുത് എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ CPM-ഉം BJP-യും ഒരുക്കുന്ന കെണികളിലേക്ക് പോയി വീഴരുത് എന്നുള്ളതാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നിർദ്ദേശം. ഏതായാലും സുസജ്ജമായി തന്നെ UDF മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് ജനുവരി അവസാന വാരത്തോടു കൂടി ഏതാണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് നിലവിൽ വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ഈ മണ്ഡലങ്ങളെ ഗ്രേഡ് തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല വിഭാഗങ്ങളായുള്ള ചർച്ചകൾ ഇനി തുടരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ മണ്ഡലങ്ങൾ ഗ്രേഡ് തിരിച്ചുള്ള ചർച്ചകളിൽ ഉണ്ടാകുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാകും. നേരത്തെ തന്നെ 3 ആളുകളുടെ പേരുകൾ ഓരോ മണ്ഡലത്തിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അത്തരം പേരുകളിലുള്ള ചർച്ചകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ ജനുവരി അവസാന വാരത്തോടു കൂടി ഇതിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തന്നെ പുറത്തു വരും. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പുറത്തിറക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം പോലും ഉടൻ വന്നേക്കുമെന്നുള്ള ഒരു വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുസജ്ജമാണ് കോൺഗ്രസ് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളൊക്കെയും വ്യക്തമാക്കുന്നത്. അതിനുവേണ്ട ചർച്ചകളാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷ്യ 2026 തുടക്കമായിരിക്കുന്നു. വയനാട്ടിൽ ആൽവിനാണ് വിശദാംശങ്ങൾ നൽകിയത്.